ഹലോ ദേർ, വെൽക്കം ബാക്ക്. ഒരു അൾട്ടിമേറ്റ് ഹൈ എപ്പിസോഡിന് ശേഷം വെൽക്കം ടു ഡെറിയുടെ പുതിയ എപ്പിസോഡ് നാളെ വരാനിരിക്കുവാണ്. കുറേയായി ചിന്തിക്കുന്ന ഒന്നാണ് സീരീസിൻ്റെ റെട്രോ സ്റ്റൈൽ ടൈറ്റിൽ ഓപ്പണിംഗ് ക്രെഡിറ്റ്സ് ഒന്ന് കുത്തി കുഴിച്ചാലോ എന്ന്. 5 എപ്പിസോഡ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്കിതിൽ നിന്നും പലതും ചൂഴ്ന്നെടുക്കാൻ കഴിയും. ഒന്ന് നോക്കിയാലോ? ആദ്യം തന്നെ കാണിക്കുന്നത് വളരെ മനോഹരമായ ഒരു പ്രദേശത്ത് പിക്നിക് ആസ്വദിക്കുന്ന ഒരു കുടുംബത്തെയാണ്. മനോഹരമാണ്, പക്ഷേ ആ ചുറ്റുപാട് അറിയുന്നതുവരെ മാത്രം. സ്റ്റാൻഡ് പൈപ്പ് എന്നറിയപ്പെടുന്ന ഡെറി വാട്ടർ ടവർ. സീരീസിൽ ലിലിയും ടെഡിയും മാറ്റിയും എല്ലാം സംഘവുമായി ഒത്തുകൂടുന്ന നല്ല പോപ്പുലറായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റൊക്കെയുള്ള സ്ഥലമാണ്. ഡെറിയുടെ ഭംഗി ആസ്വദിക്കാനൊക്കെ പറ്റിയേ. പക്ഷേ ഒരു കുഴപ്പം, നിരവധി കുട്ടികളാണ് ഈ വാട്ടർ ടവറിലായി മുങ്ങി മരിച്ചിട്ടുള്ളത്. ബുക്കിൽ സ്റ്റാൻയൂറിസ് എന്ന ചെക്കൻ ഇറ്റിൻ്റെ വലയിൽ വീഴുന്നതിന് അടുത്തുവരെ എത്തുന്നത് ഈ ടവറിൽ വെച്ചാണ്. മാത്രമല്ല മരിച്ചുപോയ കുട്ടികളുടെ അലർച്ചയും ഇവൻ കേട്ടിട്ടുണ്ട്. പിക്നിക്കിൻ്റെ പിന്നിൽ തന്നെ വലിയൊരു സ്റ്റാച്യു കാണാം. 2ാം എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ പോൾ ബനിയൻ്റെ സ്റ്റാച്യു ആണത്. സിറ്റിയുടെ നടുവിലായി 20 അടി ഉയരത്തിലുള്ള ഒരു ശ്രദ്ധാകേന്ദ്രം. ഇറ്റിലല്ലാതെ തന്നെ അമേരിക്കൻ കനേഡിയൻ നാടോടി കഥകളിലൊക്കെയുള്ള ഒരു പോപ്പുലർ മരപ്പണിക്കാരനാണ് പോൾ ബനിയൻ. മരമുറിപ്പും നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയ ഒരു ആദരണീയനായ വ്യക്തിയാണ് ഇദ്ദേഹം. ഒരു മെമ്മോറിയൽ എന്നോണം ശില്പം നിർമ്മിക്കാൻ ഒരുങ്ങുന്നതൊക്കെ നമ്മൾ 2ാം എപ്പിസോഡിൽ ഷാർലറ്റിൻ്റെ കണ്ണിലൂടെ കാണുന്നതിന് മുന്നേ തന്നെ ആദ്യ എപ്പിസോഡിൽ മാറ്റി ഡെറി വിട്ട് നടക്കുമ്പോഴും കക്ഷിയുടെ ഒരു മെൻഷൻ ടൗൺ ബോർഡിലായി കാണാം. പോൾ ബനിയൻ്റെ ജന്മസ്ഥലമായാണ് സീരീസിൽ ഡെറി ഉള്ളത്. പക്ഷേ ബുക്കിൽ നാടിൻ്റെ രക്ഷകനെന്ന് മാത്രമാണ് പറയുന്നതെന്ന് തോന്നുന്നു. ബുക്ക് വായിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്തേക്കണേ. പിന്നീട് ഹാലൻഡ് കുട്ടികളുടെ മിസ്സിങ്ങിനെ കുറിച്ച് പത്രത്തിൽ വായിക്കുമ്പോഴും അതിൽ പോൾ ബനിയനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയുണ്ട്. എന്നാൽ ഇതിൻ്റെ സിനിമയിൽ ഈ നല്ല പുള്ളി റിച്ചയെ വിറപ്പിക്കാൻ ഒരു ഭീകര രൂപം എടുക്കുന്നതും കാണാം. മറ്റൊരു ക്രെഡിറ്റ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായി കുറേ കുട്ടികൾ വെള്ളത്തിൽ ചാടി കുളിക്കുന്നതായി കാണാം. പിറകിൽ ക്യാബിൻ പോലെ കാണുന്നത് ഒരു പാലമാണ്. കിസ്സിംഗ് ബ്രിഡ്ജ് എന്ന് വിളിപ്പേരുള്ള ഈ ബ്രിഡ്ജ് യുവാക്കളുടെ റൊമാൻറ്റിക് സ്പോട്ട് ആണെങ്കിലും നല്ല രീതിക്കുള്ള ബുള്ളിങ്ങും നടക്കുന്നതായി നമുക്ക് സിനിമയിലൂടെയൊക്കെ കാണാം. കുറച്ചടുത്തേക്ക് നോക്കിയാലോ, പുഴയുമായി ബന്ധപ്പെട്ട ടണലിനുള്ളിലായി പെന്നിവൈസ് ഒരു ഭയാനക നീരാളി രൂപത്തിൽ കോലുമുട്ട വെച്ചൊരു കുട്ടിയെ ആകർഷിക്കുന്നു. ഒരു കൊച്ചു പെൺകുട്ടി ഓടയുടെ ചാലിലേക്ക് നോക്കുന്ന ഒരു മോഷൻ ഫോട്ടോ കാണാം. ജോർജിയെ പോലെ പെന്നിവൈസിൻ്റെ വശീകരണത്തിൽ പെടുന്ന പെൺകുട്ടിയുടെ അടുത്തായി ഒരു മിസ്സിംഗ് പോസ്റ്ററുമുണ്ട്. കുട്ടികളുടെ മിസ്സിംഗ് പോസ്റ്റർ എപ്പോഴും ഡെറിയിൽ ഒരു ഒടുക്കമില്ലാ കഥയാണ്. കീൻസ് ഫാർമസി എന്നൊരു ബിൽഡിംഗ് കണ്ടില്ലേ? ദേശവാസിയ ഫാർമസിസ്റ്റ് നോർബർട്ട് കീൻ നടത്തിവരുന്നതാണ് ഈ ഫാർമസി. 2017 ഇറ്റ് മൂവിയിൽ ഇയാളെ കാണാം. തൊട്ടപ്പുറത്തായി ക്യാപിറ്റോൾ തിയേറ്ററും. അതേക്കുറിച്ച് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ. ദ മ്യൂസിക് മാൻ എന്ന ചിത്രത്തിൻ്റെ കളിയാണ് അവിടെ നടക്കുന്നത്. ലില്ലിയുടെ പേടി സ്വപ്നമായ ജൂനിപ്പർ ഹിൽ മാനസികാരോഗ്യ കേന്ദ്രത്തെ കാട്ടുമ്പോൾ അവിടെ നടക്കുന്നത് അൺഓർത്തഡോക്സും ഭയാനകവുമായ ട്രീറ്റ്മെൻറ്റ്സ് ആണെന്ന് ആ ഡോക്ടറിൻ്റെ കയ്യിലുള്ള ചുറ്റിയിലും കണ്ണിനടുത്തേക്ക് വെച്ച് നീട്ടുന്ന ഐസ് പിക്ക് വെച്ചൊക്കെ തന്നെ സൂചിപ്പിക്കുകയാണ്. ലബോട്ടമിയാണ് നടക്കുന്നത്. തലച്ചോറിൻ്റെ ഒരു ഭാഗം നീക്കി ഇമോഷനും ബിഹേവിയറും എല്ലാം കളയുന്ന സർജറി. മുൻപ് താളവട്ടത്തിൽ കണ്ട പോലെ. ലില്ലിയുടെ പേടിയുടെ ആഴം കുറച്ചുകൂടി മനസ്സിലായി കാണുമല്ലോ അല്ലേ? പിന്നീട് നമ്മൾ കാണുന്നത് ആ ബ്ലങ്കാവാണ്. പിക്നിക്കിന് കണ്ട കുടുംബം നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ വെൽ ഹൗസിനുള്ളിലെ തന്നെ പെന്നിവൈസിൻ്റെ ഭീകര കണ്ണുകൾ കാണാം. ഡെറിയിലെ എല്ലാ ഓടകളുമായി കണക്ട് ചെയ്യുന്ന ഒരു പുരാതന കിണറിനെ ചുറ്റിപ്പറ്റിയാണ് ഈ വെൽ ഹൗസ് നിർമ്മിച്ചിട്ടുള്ളത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പെന്നിവൈസിൻ്റെ കേന്ദ്രം. ഇപ്പോൾ ഈ ഫോട്ടോയിൽ നല്ലപോലെ നിൽക്കുന്നത് കാണാമെങ്കിലും സിനിമകളിലൊക്കെ ഇത് തകർന്നു തന്നെയാണുള്ളത്. വെൽക്കം ടു ഡെറിയിലെ പോലെ. ഈ 1952 കാലഘട്ടം എന്ന് പറഞ്ഞാൽ കോൾഡ് വാർ നടക്കുന്ന സമയമായതുകൊണ്ട് ഏത് നിമിഷവും ആണവ ആക്രമണം നടക്കാമെന്നൊരു ജാഗ്രതയിൽ കഴിഞ്ഞു പോകുന്ന സാഹചര്യമാണ്. സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ശീതയുദ്ധത്തെക്കുറിച്ച് ഫ്രാൻസിസ് ഷാ വളരെ ഇമ്പോർട്ടൻസോടെ പറയുന്നുമുണ്ട്. അതുകൊണ്ട് ഓപ്പണിങ്ങിലെ ഈ ഒരു സീനറി വളരെ ആപ്റ്റായ ഒന്നാണ്. ന്യൂക്ലിയർ അറ്റാക്ക് ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാവരും ഡെസ്കിനിടയിലായി ഇരിപ്പുള്ളത് ഒരു ഡ്രില്ലാണ്. വൻ സ്ഫോടനം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനെന്നാണ് നടത്തുന്ന ഡക്ക് ആൻഡ് കവർ ഡ്രിൽ. ഇവിടെ മറ്റൊന്നല്ലെങ്കിലും ടർട്ടിലിൻ്റെ പടവുമായി ഡക്ക് ആൻഡ് കവർ എഴുതിയിരിക്കുന്നതും കാണാം. ആമ തോടിലേക്ക് ഉള്ളുവലിയുന്ന പോലെ ഒരു കുടുംബം കോൾഡ് വാർ ആക്രമണത്തെ ചെറുക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു 9 മിനിറ്റ് ഡോക്യുമെൻ്ററി ഉണ്ട്. അതിൻ്റെ പേര് നമ്മുടെ പെന്നിവൈസ് എൻട്രി ടൈമിൽ പറഞ്ഞ അതേ ഡക്ക് ആൻഡ് കവർ എന്ന് തന്നെ. ആ ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ്റെ അത്രത്തോളം പേടിയുള്ളതാണ് വെൽ ഹൗസും എന്നിങ്ങനെ ഒരുമിച്ച് കാട്ടുമ്പോൾ ആ ബ്ലാസ്റ്റ് പ്രോജക്റ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിലെ കറുത്ത കൈകളും കുട്ടികളുടെ ഏറ്റവും വലിയ പേടിയായ പെന്നിവൈസിൻ്റേതാണ്. പേടിയിൽ ആസക്തി കണ്ടെത്തുന്ന ആ എൻറ്റിറ്റിയുടേത്. പിന്നെ നമ്മൾ കാണുന്നത് ദ ഇൻഫേമസ് ബ്രാഡ്ലി ഗാങ് മസാക്കറാണ്. 1903 സ്റ്റീൽ മിൽ പൊട്ടിത്തെറിക്ക് ശേഷം 27 വർഷം കഴിഞ്ഞ് 1935 നടന്ന പെന്നിവൈസിൻ്റെ മറ്റൊരു സർക്കിളിനെ പറ്റി പറഞ്ഞില്ലായിരുന്നോ? ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ആലൻ ജോർജ് ബ്രാഡ്ലിയും അയാളുടെ സഹോദരൻ ആലും ഒരു വൻ കവർച്ചാ ഗ്യാങ്ങിൻ്റെ ലീഡേഴ്സായിരുന്നു. നടത്തിക്കുട്ടിയ കൊള്ളയ്ക്കും കൊലപാതകങ്ങൾക്കും കയ്യും കണക്കുമില്ല. 1935 ഇതേപോലെ ആയുധങ്ങൾക്കും പടക്കോപ്പുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു കടയിലെ കവർച്ചാ ശ്രമത്തിനിടെ ഡെറിയിലെ നാട്ടുകാർ വയലൻ്റായി മാറി ജോർജിനുൾപ്പെടെ സകലരെയും വകവരുത്തി. മുന്നേ ഒരിക്കൽ ഫുള്ളർ ഷായോടെ പറഞ്ഞത് കേട്ടിരുന്നില്ലേ? ഈ സമയം ക്ലൗൺ വേഷം ധരിച്ച ഒരാളെ കണ്ടതായി
പല സാക്ഷിമൊഴികളും ഉണ്ടെന്ന്. അതാണ് ഈ കാണുന്നത്. എല്ലാ നാട്ടുകാരെയും വശീകരിച്ച് ഭീകരത സൃഷ്ടിക്കുന്ന പെന്നിവൈസിനെ. ഡെറിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വൈൽഡായിട്ടുള്ളൊരു സംഭവമാണത്. FBI ആണ് ഗ്യാങ്ങിനെ കൊലപ്പെടുത്തിയെന്ന് അന്ന് ഒതുക്കി തീർത്തപ്പോൾ ആ ഓർമ്മകൾ പലരിലും അവ്യക്തമായും ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്സിലും ഇപ്പോഴും ഉണ്ട്. ഒടുവിൽ ഒരു കാറ് മൊത്തവും അഗസ്ത്യകൂടങ്ങളുമായി കുഴിച്ചുമെടുത്തിരിക്കുകയാണ്. പെന്നിവൈസ് ആയിരുന്നു ഇതിന് പിന്നിലെന്നത് ഒരു ഇരുണ്ട സത്യവും. മിക്കവാറും ബ്രാഡ്ലി ഗാങ്ങിൻ്റെ കാഴ്ചകൾ നമുക്ക് വെൽക്കം ടു ഡെറിയുടെ 2ാം സീസണിൽ കാണാൻ കഴിഞ്ഞേക്കും. ഈ സീനിൽ തന്നെ ബോവേഴ്സ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബോർഡുണ്ട്. പോലീസ് ചീഫ് ക്ലിൻ ബോവേഴ്സിന് എന്തായാലും ഒരു പ്രാധാന്യം ഈ യൂണിവേഴ്സിലുണ്ട്. കാരണം 2017 സിനിമയിൽ ക്രാക്ക് പിടിച്ച ഒരു കുരുത്തം കേട്ട ചെക്കനുണ്ട്, ഹെൻറി ബോവേഴ്സ്. ഒരു സോഷ്യോപാത്താണ്. അവൻ്റെ അച്ഛൻ ഒരു പോലീസാണ്. അപ്പോൾ ക്ലിൻ ബോവേഴ്സിൻ്റെ ഒരു നെറുകെട്ട പരമ്പര കൂട്ടിമുട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ കാട്ടുന്നതാണ് 1903 ആ ദാരുണ സംഭവം. പറഞ്ഞിരുന്നില്ലേ സ്റ്റീൽ ഫാക്ടറിയിൽ നടന്ന സ്ഫോടനത്തെക്കുറിച്ച്? അന്ന് അവിടെ മരിച്ചത് 88 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 102 പേരായിരുന്നു. ഒരു മുയലിൻ്റെ ഫാൻസി ഡ്രസ്സിട്ട് ഈസ്റ്റർ ബണ്ണിയായി ഇതിന് പിന്നിലെ പെന്നിവൈസിൻ്റെ ഇൻഫ്ലുവൻസിനെ കാട്ടുമ്പോൾ ഇത് സംഭവം ഒരു ഈസ്റ്റർ ഞായറാഴ്ച അയൺവർക്സ് മില്ലിൻ്റെ ഓണേഴ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ഈസ്റ്റർ എഗ് ഹണ്ട് സംഘടിപ്പിച്ചതിനിടെ ഉണ്ടായൊരു വൺ എക്സ്പ്ലോഷൻ ആയിരുന്നു. അപ്പോൾ ഓപ്പണിംഗ് ക്രെഡിറ്റ്സ് ഒന്ന് അലക്കിയെടുത്താൽ കിട്ടുന്നത് ഇതൊക്കെയാണ്. നിങ്ങളൊക്കെയപ്പോൾ ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയെങ്കിൽ പറയാൻ മറക്കണ്ട. അപ്പോൾ എങ്ങനെയാ പരിപാടി? ഡെറിയിലേക്ക് വരുമല്ലേ? 6ാം എപ്പിസോഡുമായി സി യു വെരി സൂൺ ഗൈസ്.